കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെതിരായ മത്സര വിജയത്തിൽ നിർണായക പങ്കാണ് അഖിൽ സ്കറിയ വഹിച്ചത്. ബാറ്റ് കൊണ്ട് 45 റൺസ് നേടിയപ്പോൾ പന്ത് കൊണ്ട് 4 വിക്കറ്റുകളാണ് എറിഞ്ഞിട്ടത്. 15 വിക്കറ്റുകളുമായി പേർപ്പിൾ ക്യാപ്പും നിലവിൽ അഖിലിന്റെ കൈകളിലാണ്. എം നിഖിൽ കുമാർ വീണ്ടും ചേരുന്നു താരത്തിനൊപ്പം. കേരള ക്രിക്കറ്റ് ലീഗിൽ ബാറ്റ് കൊണ്ടും ബോളിംഗ് കൊണ്ടും തിളങ്ങുന്ന ഒരു താരമാണ് നമ്മുടെ കൂടെയുള്ളത്. കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിൻ്റെ അഖിൽ സ്കറിയ. അഖിൽ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു, ഞാൻ ഒരു ഓൾറൗണ്ടറാണ്, അത് ശരിക്കും പ്രൂവ് ചെയ്യാൻ സമയം ഇപ്പോഴാണ് കിട്ടിയത് എന്നുള്ളത്. ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഒരുപോലെ തിളങ്ങുന്നു. 15ഓളം വിക്കറ്റുകൾ ഇതുവരെ സ്വന്തമാക്കിയിട്ടുണ്ട്. വളരെയധികം സന്തോഷം ചേട്ടാ. അത് മോർ ദാൻ എൻ്റെ പെർഫോമൻസിനേക്കാൾ ഉപരി ടീം ആദ്യത്തെ 2 മാച്ച് തോൽത്ത് നടത്തുന്ന ടീമിനെ ജയിപ്പിക്കാൻ പറ്റിയാണ് അതിലും വലിയ സന്തോഷം. 3 മാച്ച് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ജയിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് ആ വിജയത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമ്പം ആ സന്തോഷം ഇരട്ടിക്കും. അതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു ഫീല്. ഇന്നലെ മത്സരശേഷം നമ്മൾ മോനിനോട് സംസാരിച്ചപ്പോഴും ഇന്ന് രോഹനോട് സംസാരിച്ചപ്പോഴും പറഞ്ഞത് പ്ലെയർ ഓഫ് ദ മാച്ച് അഖിലിന് കിട്ടണമായിരുന്നു എന്നുള്ളതാണ്. അത് അവരും ഡിസേർവിങ് തന്നെയാണ്. ചിലപ്പോൾ അവർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് കളിച്ച് ജയിക്കുന്നതാണ്. ഇപ്പം സിംഗിൾ ഹാൻഡഡ്ലി ആരും കളിച്ച് ജയിക്കുന്നില്ല. നമ്മൾ ഈ 2 മാച്ച് ജയിച്ച മാച്ചുകളാണെങ്കിൽ തന്നെ ഞാനും അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ള സത്യമാണ്. പക്ഷേ അവരും ഡിസേർവിങ് തന്നെയാണ്. ഇന്ന് റോഹൻ അത് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമുണ്ടായി. അതുപോലെ തന്നെ ഈസ് ഓൾസോ ഡിസേർവിങ്. ബട്ട് ഭയങ്കര സന്തോഷം. ഒപ്പം ഇന്ന് 45 നിൽക്കുന്നു ഒരു സൈഡിൽ, അവസാന ഓവറിൽ വരുന്നു സൽമാനും പിന്നീട് വന്നവരൊക്കെ തകർത്തടിക്കുന്നു. സ്കോർ വലിയൊരു സ്കോറിലേക്ക് പോകുന്നു. പക്ഷേ ഒരു 50ക്ക് അടുത്തെത്തി. എന്നാൽ പക്ഷേ ടീമിന് വലിയൊരു സ്കോറിലേക്ക് എത്താൻ സാധിച്ചു. അത് എന്നോട് മഞ്ചേട്ട ലാസ്റ്റ് ഓവർ വന്നപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു സിംഗിൾ ഇട്ട് തരണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ടീമിൻ്റെ സ്കോർ നോക്കണം. അപ്പോൾ എൻ്റെ ഒരു 50ക്ക് വേണ്ടി അതിലൊരു ഇമ്പോർട്ടൻസ് ഇല്ല. കാരണം ഇൻഡിവിജ്വൽസിനേക്കാളും കൂടുതൽ എല്ലാവരും നമ്മുടെ ടീമിലുള്ള എല്ലാവരും തന്നെ ടീമിൻ്റെ പ്രയോറിറ്റിയാണ് നോക്കുന്നത്. അപ്പം ടീം ഗോൾ എന്താണോ അതിനു വേണ്ടി ബാറ്റ് ചെയ്യുക, ബോൾ ചെയ്യുക, ഫീൽഡ് ചെയ്യുക, എന്തായിക്കോട്ടെ. അപ്പം അതിലെനിക്കൊരു വിഷമവും ഇല്ല. കാരണം നമ്മൾ ടീമിന് ഞാൻ അപ്പുറേ വന്നില്ലെങ്കിലും ടീമിന് 10 റൺസ് കിട്ടിയിട്ടുണ്ട് ലാസ്റ്റ് 2 ബോളിൽ. അപ്പോൾ അതിൽ ഞാൻ ഹാപ്പിയാണ്. ഒപ്പം തന്നെ ഇന്ന് വന്നവരൊക്കെ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തു. തുടക്കം സച്ചിനും രോഹനും ചേർന്ന് തുടങ്ങി, അജ്നാസും അഖിലും സൽമാനും വന്നവരൊക്കെ വലിയ സ്കോർ പടുത്തുയർത്തി അതിന് വേണ്ടിയിട്ട് കൃത്യമായി ബാറ്റ് ചെയ്തു. അതെ, വിക്കറ്റ് കുറച്ച് ഈസിയായിരുന്നു. കുറച്ച് ബാറ്റ്സ്മാൻമാർക്ക് കുറച്ച് ഹെൽപ്പ് ചെയ്യുന്ന വിക്കറ്റായിരുന്നു. ബോളേഴ്സിന് കുറച്ച് ടഫായിരുന്നു. ഇപ്പം എന്നിരുന്നാൽ കൂടെ നമ്മൾ കുറച്ച് കാൽക്കുലേറ്റ് ചെയ്ത് റിസ്ക് എടുക്കണമായിരുന്നു. അപ്പോൾ അതിൽ നമ്മുടെ ബാറ്റ്സ്മാൻമാർ നല്ലപോലെ വിജയിച്ചിട്ടുമുണ്ട്. ഒരുപാട് സന്തോഷം. എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എല്ലാവരും നല്ല ടച്ചിലാണ്. അത് കുറച്ചുകൂടെ സന്തോഷം നൽകുന്നു. ബാറ്റർമാർക്ക് അനുകൂലമായൊരു പിച്ച്, അവിടെ 4 വിക്കറ്റ് സ്വന്തമാക്കി, ഒപ്പം കൊച്ചിയെ ഓൾ ഔട്ടാക്കി. അതെ, അവരും നന്നായിട്ട് ബാറ്റ് ചെയ്തു. നമ്മൾ ഒരു ലാസ്റ്റ് 10 ഓവേഴ്സിൽ നമ്മൾ കുറച്ച് ഡിസിപ്ലിനായിട്ട് ബോൾ ചെയ്തപ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടി. കുറച്ച് വിക്കറ്റ് ബോളേഴ്സിന് കുറച്ച് പാടായിരുന്നു. ബട്ട് സ്റ്റിൽ നമ്മൾ അവരെ ഓൾ ഔട്ടാക്കിയതിൽ ഇതൊക്കെ ഒരു പോസിറ്റീവ് സൈനായിട്ടോ. നമ്മൾ ഒരു ടൂർണമെൻറ്റിന് മുമ്പോട്ട് പോകുമ്പോൾ തോറും ഇതുപോലെ ഓരോ മാച്ചിലും ചെറിയ ഇമ്പ്രൂവ്മെൻറ്റും അല്ലെങ്കിൽ ചെറിയ പോസിറ്റീവ്സും കിട്ടുമ്പം അത് ടൂർണമെൻറ്റിൽ മുന്നോട്ട് പോകും തോറും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതായത് 3 മത്സരം തുടർച്ചയായി ജയിച്ചു. ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള പ്രതീക്ഷകൾ? തീർച്ചയായിട്ടും നമ്മൾ ഈ വിന്നിങ് മൊമെൻ്റ് നമുക്ക് എത്രത്തോളം കീപ്പ് ചെയ്യാൻ പറ്റുമോ അത് നമ്മുടെ മുമ്പോട്ടുള്ള യാത്രയിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം ടീമിൻ്റെ ഗോളും അത് തന്നെയാണ്. നമുക്ക് എത്രത്തോളം മൊമെൻ്റ് നമ്മുടെ കയ്യിൽ വെക്കാൻ പറ്റുമെങ്കിൽ അത് ഒരു ചാമ്പ്യൻഷിപ്പിലോട്ടുള്ളൊരു യാത്രയായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നു. എന്തായാലും ഈ വിജയം വഴി തുടരട്ടെ എന്ന് ആശംസിക്കുകയാണ്. വിജയം സായിക്കൊപ്പം എം നിഖിൽ കുമാർ, ജനം.